ഒരുപാട് സൈക്കോകളെ പറ്റിയും ഒരുപാട് സീരിയൽ കില്ലേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു ലേഡി സീരിയൽ കില്ലറിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഒരു കാലത്ത് ബാംഗ്ലൂർ സിറ്റി മുഴുവൻ വിറപ്പിച്ച ആ സീരിയൽ കില്ലറുടെ പേര് മല്ലിക എന്നാണ്, അല്ലെങ്കിൽ സൈനൈഡ് മല്ലിക. ബാംഗ്ലൂരിൽ തന്നെ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലാണ് നമ്മുടെ ഈ മല്ലിക ജനിക്കുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ മല്ലികയ്ക്ക് 3 കുട്ടികളുണ്ടാവും. അങ്ങനെ ഭർത്താവുമായി അവർ ഒരുപാട് ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ആ ബിസിനസ്സുകളൊന്നും വേണ്ട രീതിയിൽ വിജയിക്കുന്നില്ല. അങ്ങനെ മല്ലിക ഒരു വീട്ടുജോലിക്കായി പോവുകയാണ്. അങ്ങനെ ആ വീട്ടുജോലി സ്ഥലത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ വീട്ടുവേല ചെയ്യുന്ന ആ വീട്ടിൽ നിന്ന് മല്ലിക കുറച്ച് സാധനങ്ങൾ മോഷ്ടിക്കുകയാണ്. അങ്ങനെ ഇത് മല്ലിക കൈയോടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് 1.5 വർഷക്കാലത്തോളം മല്ലിക ബാംഗ്ലൂർ ജയിലിൽ കഴിയുകയാണ്. അങ്ങനെ ആ ജയിൽ ശിക്ഷയെല്ലാം അനുഭവിച്ച് തിരികെ വന്ന മല്ലിക അവരുടെ കുടുംബം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. ആ 3 മക്കളും ആ ഭർത്താവും മല്ലികയെ തള്ളിപ്പറയുകയും പുറത്തേക്ക് പറഞ്ഞുവിടുകയാണ് ചെയ്തത്. ഇത് മല്ലികയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് തളർത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ അവരുടെ വീട് വിട്ടിറങ്ങിയ മല്ലിക നേരെ പോകുന്നത് തനിക്ക് ജീവിക്കാനായിട്ട് ഒരു ജോലി അന്വേഷിച്ചാണ്. പല സ്ഥലങ്ങളിലും ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടന്നിട്ടും മല്ലികയ്ക്ക് യാതൊരു ജോലിയും കിട്ടുന്നില്ല. കാര്യം അവരുടെ പാസ്റ്റ്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് കാര്യം ഒരു ജയിൽ ശിക്ഷ അനുഭവിച്ചൊരു കുറ്റവാളി ഒരു ജോലി കിട്ടുക എന്നത് ഇന്നത്തെ പോലെ തന്നെ അക്കാലത്തും വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ മല്ലികയ്ക്ക് യാതൊരു വിധത്തിലുള്ള ജോലി കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് നാളത്തെ അന്വേഷണങ്ങൾ മല്ലികയ്ക്ക് ഒരു സ്വർണ്ണ പണിക്കാരൻ്റെ അടുത്ത് ഒരു ജോലി ലഭിക്കുകയാണ്. സാധാരണമായിട്ട് അവർ ആ ആലയിൽ, അതായത് സ്വർണ്ണം ഉണ്ടാക്കുന്ന ആ സ്ഥലത്ത് അവർ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനിടയിൽ വെച്ചിട്ടാണ് സ്വർണ്ണമൊരിക്കൽ ഉപയോഗിക്കുന്നത് സൈനൈഡിനെ പറ്റിയിട്ട് അവർ അറിയുന്നത്. അങ്ങനെ പൊട്ടാസ്യം സൈനൈഡിന്റെ വീര്യത്തെ പറ്റി എല്ലാം മനസ്സിലാക്കിയ നമ്മുടെ മല്ലിക വളരെ വലിയൊരു പ്ലാൻ തന്റെ മനസ്സിൽ കുറിച്ചിടുകയാണ്. അങ്ങനെ ആ സ്വർണ്ണപ്പണിക്കാരൻ അറിയാതെ മല്ലിക അവിടുന്ന് കുറച്ച് സൈനൈഡ് മോഷ്ടിക്കുകയാണ്. അങ്ങനെ 1999 മല്ലികയുടെ ആദ്യ വേട്ട തുടങ്ങും. അതിനാദ്യം ഇരയായത് 1999 മമത എന്ന പേരുള്ള ഒരു പാവം സ്ത്രീ. അങ്ങനെ 1999 ഒക്ടോബർ മാസം മല്ലിക തന്റെ വജ്രായുധമായ ഏറ്റവും മാരകമായ വിഷയമായ പൊട്ടാസ്യം സൈനൈഡ് മമത എന്ന സ്ത്രീക്ക് നേരെ പ്രയോഗിക്കുന്നു. ആ സ്ത്രീയുടെ മൃതദേഹം വഴിവക്കിൽ നിന്ന് അവിടുത്തെ ബാംഗ്ലൂർ പോലീസിന് ലഭിക്കുകയാണ്. അങ്ങനെ ആ സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇതുപോലെ തന്നെ പൊട്ടാസ്യം സൈനൈഡ് എന്നൊരു മാരകമായ വിഷം ഉള്ളിൽ ചെന്നാണ് ഈ സ്ത്രീ മരിച്ചത്. ഈ സ്ത്രീയുടെ പഴയകാല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും, അതായത് മരിച്ച സ്ത്രീയായ മമതയുടെ പഴയകാല ചരിത്രമെല്ലാം തിരക്കിയപ്പോൾ മനസ്സിലാവുന്നത് ആ സ്ത്രീക്ക് കുറച്ച് കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആത്മഹത്യ ചെയ്തതാവാം എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ആ ഒരു ആദ്യത്തെ കൊലപാതകത്തിൽ നിന്ന് നമ്മുടെ മല്ലിക രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ 1999 കൊലപാതകത്തിന് ശേഷം മല്ലിക ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. പക്ഷേ അത്രയും കാലത്തിന് ശേഷം മല്ലിക പിടിക്കപ്പെട്ടില്ല. ആ ഒരു കോൺഫിഡൻസും ധൈര്യവും അടുത്ത കൊലപാതകത്തിലേക്ക് മല്ലികയെ നയിക്കുകയാണ്. അതിനുശേഷം അതിമാരകമായ കൊലപാതക പരമ്പര ആരംഭിക്കും 2007 മുതലാണ്. അങ്ങനെ മല്ലിക 2007 തന്റെ 2ാമത്തെ കൊലപാതകം ആസൂത്രണം ചെയ്യുകയാണ്. അവിടേക്ക് എത്തിപ്പെട്ട 2ാമത്തെ സ്ത്രീയുടെ പേര് എലിസബത്ത് എന്നാണ്. ഇതേപോലെ തന്നെ എലിസബത്തിനും കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഈ എലിസബത്തിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ചു എങ്ങനെയൊക്കെയോ നമ്മുടെ മല്ലിക എത്തിക്കുകയാണ്. അതിനുശേഷം സൈനൈഡ് കൊടുത്ത് കൊല്ലും. അങ്ങനെ ഈ ഒരു കൊലപാതകം ആ ഒരു ബാംഗ്ലൂർ മുഴുവൻ അത്യധികം ചർച്ച ചെയ്യപ്പെടുകയാണ്. എലിസബത്തിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇതുപോലെ തന്നെ മാരകമായ വിഷയമായ പൊട്ടാസ്യം സൈനൈഡ് ഉള്ളിൽ ചെന്നാണ് നമ്മുടെ എലിസബത്ത് മരണമടയുന്നത്. മല്ലികയുടെ 2ാമത്തെ കൊലപാതകം കഴിഞ്ഞു. ഇതിലും മല്ലിക പിടിക്കപ്പെട്ടു. ഈ 2 കൊലപാതകങ്ങളിൽ നിന്നും മോട്ടിവേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഉണർവ് കിട്ടിയ മല്ലികയ്ക്ക് താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല, തനിക്ക് ഇനിയും കൊലപാതകങ്ങൾ ചെയ്യാം എന്നൊരു മോട്ടിവേഷൻ എത്തുകയും പിന്നെയും കൊലപാതകങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങൾ തേടുകയുമാണ് ചെയ്തത്. അങ്ങനെ ഇത്തരത്തിൽ 2 കൊലപാതകങ്ങൾ കഴിഞ്ഞപ്പോഴും അതിൽ നിന്ന് ധൈര്യം കിട്ടിയ മല്ലിക പിന്നെയും ഒരു 5 കൊലപാതകങ്ങൾ കൂടി ചെയ്യുകയാണ്. എല്ലാ സൈക്കോ കുറ്റവാളികൾക്കും തോന്നുന്നത് പോലെ 2ാമത്തെ കൊലപാതകം കഴിഞ്ഞപ്പോഴേക്കും അത്യധികം ധൈര്യശാലിയും അതിൽ നിന്നൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയ പോലെ മല്ലിക അടുത്ത കൊലപാതകത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ തുടരെ മല്ലിക 4 കൊലപാതകങ്ങൾ കൂടി ചെയ്യുകയാണ്. അതിൽ ഇരയാക്കപ്പെട്ട സ്ത്രീകളാണ് ഒന്ന് യശോദ എന്ന് പറയുന്ന ഒരു 62 വയസ്സുള്ള സ്ത്രീ, അടുത്തത് മുനിയമ്മ എന്ന് പറയുന്ന സ്ത്രീ, പിന്നീട് പില്ലമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഏറ്റവും അവസാനം നാഗവേണി എന്ന് പറയുന്ന ഒരു സ്ത്രീയുമാണ് ഇവരുടെ സൈനൈഡ് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇത്രയും കൊലപാതക പരമ്പരകൾ, അതും സ്ത്രീകൾ കൊല്ലപ്പെടുന്നത് ബാംഗ്ലൂർ പതിവായപ്പോഴത്തേക്ക് അവിടുത്തെ ഗവൺമെന്റും അതേപോലെ തന്നെ പോലീസുകാരും അത്യധികം ജാഗ്രത ഉൾക്കൊള്ളാൻ തുടങ്ങി. ആദ്യത്തെയും 2ാമത്തെയും 3ാമത്തെയും കൊലപാതകം കഴിഞ്ഞതോടുകൂടി അവിടുത്തെ പോലീസുകാർക്കും ഗവൺമെന്റിന് ഒരു കാര്യം മനസ്സിലായി. കാര്യം ഇത് ഒരു സാധാരണമായ മരണമൊന്നുമല്ല ഈ നടന്നത്, അല്ലെങ്കിൽ സാധാരണ ഒരു ആത്മഹത്യയല്ലേ നടന്നത്. ഇതിനു പിന്നിൽ ഗൂഢമായ ഒരു രഹസ്യം മറഞ്ഞിരിക്കുന്നു ഗവൺമെന്റിനും പോലീസുകാർക്കും മനസ്സിലായി. ഈ കൊല്ലപ്പെട്ട സ്ത്രീകളിലെല്ലാം കൂടെ ഒരു ഏകദേശ ബാക്ക്ഗ്രൗണ്ടും ചരിത്രവും എല്ലാം എടുത്തപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായത് ഇവർക്ക് പൊതുവായി കുറച്ച് കുടുംബ പ്രശ്നങ്ങളും, അതുപോലെ തന്നെ ഇവരെല്ലാം അത്യധികം സമ്പന്നമായ കുടുംബങ്ങളിൽ ജനിച്ചവരാണെന്ന് പോലീസുകാർ കണ്ടെത്തി. അതുപോലെ തന്നെ ഇവർ മരണമടഞ്ഞ സമയത്ത് ഇവരുടെ പക്കൽ നിന്ന് ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്നും, അതുപോലെ തന്നെ മരിച്ച സ്ത്രീകളെല്ലാം വീട്ടിൽ നിന്നും ഒരു ക്ഷേത്ര ദർശനത്തിനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണെന്ന് പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഇതിനകത്തെല്ലാം ഇവർക്ക് സൈനൈഡ്, അല്ലെങ്കിൽ പൊട്ടാസ്യം സൈനൈഡ് എന്ന മാരകമായ വിഷവുമായി കണക്ട് ചെയ്യുന്ന ഒരുപാട് ഹിൻ പോയിന്റ്സുകളും എല്ലാം
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് അവർക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ഒരുപാട് സ്വർണവും അതുപോലെ തന്നെ വില കൂടിയ ആഭരണങ്ങളും പണവും എല്ലാം നഷ്ടപ്പെട്ടതെന്നും പോലീസുകാർക്ക് ഇവരുടെ എൻക്വസ്റ്റിലൂടെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. അങ്ങനെ 6ാമത്തെ കൊലപാതകവും മല്ലിക വളരെ തന്ത്രപൂർവ്വം വിജയകരവുമായി പൂർത്തിയാക്കി. നാഗവേണി എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു അവസാനമായി അവരുടെ വേട്ടയിൽ ചെന്ന് പെട്ടുപോയത്. അങ്ങനെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഗവൺമെന്റ് പോലീസുകാർ കൃത്യമായി ഇവരെ പിടിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കാൻ പോയി. കാര്യം ഇത്രയധികം സ്വർണം കിട്ടിയവർ എന്തായാലും സ്വർണ്ണപ്പണയം അല്ലെങ്കിൽ സ്വർണ്ണക്കടയിൽ കൊണ്ട് ചെന്ന് പണയം വെക്കാനോ വിൽക്കാനോ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി പോലീസുകാർ രഹസ്യമായി ചെന്ന് അവിടെയുള്ള ബാംഗ്ലൂരിലുള്ള എല്ലാ സ്വർണ്ണപ്പണിക്കാരെയും അതുപോലെ തന്നെ സ്വർണ്ണക്കടക്കാരെയും ചെന്ന് കണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ ഇവിടെ വന്ന് നിങ്ങൾക്ക് സ്വർണം വിൽക്കാനായിട്ടോ പണയം വെക്കാനായിട്ടോ ഒരുപാട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ബന്ധപ്പെടണമെന്ന് അവരുള്ള സ്വർണ്ണക്കടക്കാരോടും സ്വർണ്ണപ്പണിക്കാരോടും സ്വർണ്ണക്കടകളോടും ഇൻഫർമേഷൻ കൊടുത്തു പോലീസുകാർ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവസാന കൊലപാതകം കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടപ്പോഴത്തേക്ക് ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ കടയിൽ നിന്ന് നമ്മുടെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ വരികയാണ്. സാർ, നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സ്ത്രീ ഇവിടെ പണയം വെക്കാനായിട്ട് കുറച്ച് സ്വർണ്ണാഭരണങ്ങളുമായിട്ടെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇപ്പം മുഴുവൻ പൈസ തരാനായിട്ടില്ല, അതുകൊണ്ട് നാളെ വരുമെന്ന് പറഞ്ഞ് അവർ മടക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ അവർ ഇവിടെ വീണ്ടും വരുമെന്ന് പോലീസുകാരെ ആ സ്വർണ്ണപ്പണിക്കാരൻ അറിയിച്ചു. ഇത് മനസ്സിലാക്കിയ പോലീസുകാർക്ക് 60% ഉറപ്പായിരുന്നു ഇവർ തന്നെയായിരിക്കും ആ ഒരു സൈക്കോ കില്ലർ എന്ന്. അങ്ങനെ തൊട്ടടുത്ത ദിവസം ആ വിളിച്ചു പറഞ്ഞ സ്വർണ്ണക്കടക്കാരൻ്റെ മുന്നിൽ പോലീസുകാർ മഫ്ജിയിൽ വേഷം മാറി പലതരത്തിൽ നിൽക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർ പറഞ്ഞതുപോലെ ആ സ്ത്രീ പിന്നെ സ്വർണം പണയം വെക്കാനായ കടയിലേക്ക് വരികയാണ്. ആ സമയത്ത് വേഷം മാറി നിന്ന പോലീസുകാർ ഇവരെ അവിടെ വളഞ്ഞിട്ട് പിടിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ഇവരെ ബന്ദിയാക്കുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. ആ ചോദ്യം ചെയ്യലിലൂടെ അന്ന് ചുരുളഴിഞ്ഞത് ഇത്രയും നാൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ പോയ സൈക്കോ കില്ലറുടെ ക്രൂരമായ നിഷ്ഠൂര കൃത്യം അവർ ചുരുളഴിയുകയാണ് അവിടെ. അങ്ങനെ ഈ ചോദ്യം ചെയ്യലിൽ പോലീസുകാർ അവരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ സ്ത്രീകളെ തിരഞ്ഞെടുത്തു? അപ്പോൾ അവർ പറഞ്ഞ ഉത്തരം, അവരെ എളുപ്പത്തിൽ തന്ത്രപരമായി നമുക്ക് ഈ ഒരു അപകടത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ തിരഞ്ഞെടുത്ത സ്ത്രീകൾക്ക് മുഴുവൻ ഒരുപാട് കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർ അന്ധമായ വിശ്വാസികളായിരുന്നു. ഞാനിവിടെ നല്ല രീതിയിലൊരു സൗഹൃദം സ്ഥാപിക്കുകയും അതുപോലെ തന്നെ അവരോട് ഞാൻ പറയുകയും ചെയ്യും, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളും തീരാനായിട്ട് എൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം തീരും. അതുപോലെ തന്നെ നിങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വെൽ ഡ്രസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു കാര്യസിദ്ധി ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അങ്ങനെ വരുന്ന സ്ത്രീകൾക്ക് അമ്പലത്തിൽ പ്രസാദമാണെന്ന് പറഞ്ഞ് സൈനൈഡ് കലക്കിയ തീർത്ഥം അവർ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മരിച്ചു വീഴുന്ന സ്ത്രീകളിൽ നിന്ന് സ്വർണവും പണ്ടവും എല്ലാം കൈക്കലാക്കി മുങ്ങുന്ന രീതിയായിരുന്നു നമ്മുടെ ഈ മല്ലിക അല്ലെങ്കിൽ സൈനൈഡ് മല്ലിക എന്ന് പറയുന്ന സ്ത്രീ അവലംബിച്ചു വന്നിരുന്ന രീതി എന്ന് പറയുന്നത്. പിന്നെയും പോലീസുകാർ അവരോട് ചോദിച്ചു, ഈ സാധാരണക്കാരായ സ്ത്രീകളെ കൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് സുഖമാണ് ലഭിച്ചത്? അപ്പോൾ അവർ പറഞ്ഞ ഉത്തരവെന്ന് പറയുന്നത്, ആ സൈനൈഡ് കൊടുത്തതിന് ശേഷം അവർ പിടഞ്ഞു വീഴുന്നത് കണ്ട് ഇതൊക്കെ തന്നെ ഒരു പ്രത്യേക രസമാണ്. കാര്യം ഒരു പണത്തിന് വേണ്ടി തുടങ്ങിയ ഒരു കൊലപാതകം അവസാനം ഹരത്തിന് വേണ്ടി കൊല്ലുന്ന രീതിയിലേക്ക് വരെ ആ ഒരു സൈനൈഡ് മല്ലിക എന്ന് പറയുന്ന സ്ത്രീ രൂപാന്തരം ചെയ്യപ്പെട്ടു. അങ്ങനെ അവസാനം ബാംഗ്ലൂരിനെ വിറപ്പിച്ച ആ സീരിയൽ കില്ലർ പോലീസുകാരുടെ വലയിൽ വീഴുകയാണ്. അങ്ങനെ അവസാനം സീരിയൽ കില്ലറായ സൈനൈഡ് മല്ലികയെ തൂക്കിക്കൊല്ലാൻ വിധി ഉണ്ടാവുകയുമാണ്. പക്ഷേ കുറച്ചു കാലത്തിന് ശേഷം ആ വിധി മരവിപ്പിച്ച് ജീവപര്യന്തമാക്കി കുറയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ഈ മല്ലിക എന്ന് പറയുന്ന സ്ത്രീ ബാംഗ്ലൂരിലെ സെൻട്രൽ ജയിലിൽ ഉണ്ട്. അവർക്ക് യാതൊരുവിധ പശ്ചാത്തലമോ കാര്യമോ ഇതിലൊന്നും കാണാനില്ല എന്നാണ് പോലീസുകാർ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുത്ത് അവരെ തൂക്കുകയർ ഇല്ലാതാക്കിയത് ശരിയാണോ തെറ്റാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ കണ്ടന്റ് മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇനിയും പുതിയ കണ്ടന്റുകളൊക്കെയും കഥകളൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഔട്ട്.